എൻ്റെ അനിയത്തി അമ്മയും പിന്നെ സുബ്രഹ്മണ്യൻ എൻ്റെ കൂടെ എപ്പോഴും എല്ലാ ഇലക്ഷനും ഉണ്ടാവും. അപ്പോൾ അവരെല്ലാം വിട്ടുപോയി. ഞങ്ങൾ 46 ആള് പോയി. ആ എൻ്റെ ഇലക്ഷൻ അതാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ കലാശക്കൊട്ട് വരെ മേപ്പടി പഞ്ചായത്തിൽ വേണ്ടാന്ന് വെക്കാൻ കാരണം അതിൻ്റെ ഒരു മാനസികാവസ്ഥ. 298 ആൾ മരിച്ച്. അപ്പോൾ നമ്മളൊരു കലാശക്കൊട്ട് പോലും മേപ്പാടി വേണ്ടാന്ന് വെച്ചു. കാരണം അവരെ ആ ഒരു അങ്ങനെയാണ് ആ ഒരു മാനസികമായിട്ടൊരു വിഷമമുണ്ട്. ചുരന്മലയിൽ നമ്മൾ തുടക്കം മുതൽ തന്നെ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സ്ഥാനാർത്ഥികളുടെ കാര്യം, മറ്റൊന്ന് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ചുരന്മലയിലെ UDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികളാണ് നമ്മോടൊപ്പം ഉള്ളത്. ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ, കുടുംബത്തിൽ ഒരുപാട് ആളുകളെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ്. എന്തായാലും ഒരു രണ്ട് പാർട്ടികളാണ് മത്സരിക്കുന്നതെങ്കിലും എന്നും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് മുണ്ടക്കായ് ചുരന്മലക്കാർ. ഒരു ഉത്സവം പോലെ എന്നും തെരഞ്ഞെടുപ്പിനെ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. രണ്ടുപേരും രണ്ട് പാർട്ടിയിലെ സ്ഥാനാർത്ഥികളാണെങ്കിലും ഒരുമിച്ചാണ് ഇവിടെ വന്ന് വോട്ട് ചെയ്ത് ഇപ്പോൾ തിരിച്ചു പോകുന്നത്. ഇപ്പോൾ ഇന്ന് വിധിയെഴുത്താണ്. ചുരന്മല എന്ന് പറയുന്നത് ഒരു സർക്കാരിന്റെ ടൗൺഷിപ്പും അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ദുരന്തത്തെ ആളുകൾ നോക്കിക്കണ്ടെന്നുള്ള ഒരു അവസാനത്തെ ഒരു വിധിയെഴുത്തും കൂടിയായി. ഇപ്പോൾ ഈ പോളിംഗ് ദിവസം നിൽക്കുമ്പോൾ എന്താണ് ഇപ്പോൾ തോന്നുന്നത്? തീർച്ചയായിട്ടും വളരെ ഒരു ആത്മവിശ്വാസമാണ്. കാരണം നമ്മളെ പ്രചരണ സമയത്ത് നമുക്ക് കിട്ടിയ ആ ഒരു സപ്പോർട്ട് കൃത്യമായിട്ട് UDF സംവിധാനം ദുരന്തബാധിതരെ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഒരു സാധനം പിന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഞാൻ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ പ്രതീക്ഷ. വിജയേട്ടൻ, ഒരുപാട് കുടുംബത്തിൽ ഒരുപാട് ആളുകളൊക്കെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത്രത്തോളം വേദന സഹിച്ചിട്ട് വരുന്നൊരു തെരഞ്ഞെടുപ്പാണ്. സ്ഥാനാർത്ഥി കൂടി ആകുമ്പോൾ എന്താണ് തോന്നുന്നത്? നമുക്ക് ആ സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ അനിയത്തി അമ്മയും പിന്നെ സുബ്രഹ്മണ്യൻ എൻ്റെ കൂടെ എപ്പോഴും എല്ലാ ഇലക്ഷനും ഉണ്ടാവും. അപ്പോൾ അവരെല്ലാം വിട്ടുപോയി. ഞങ്ങൾ 46 ആള് പോയി. ആ എൻ്റെ ഇലക്ഷൻ അതാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ കലാശക്കൊട്ട് വരെ മേപ്പടി പഞ്ചായത്തിൽ വേണ്ടാന്ന് വെക്കാൻ കാരണം അതിൻ്റെ ഒരു മാനസികാവസ്ഥ. 298 ആൾ മരിച്ച്. അപ്പോൾ നമ്മളൊരു കലാശക്കൊട്ട് പോലും മേപ്പാടി വേണ്ടാന്ന് വെച്ചു. കാരണം അവരെ ആ ഒരു അങ്ങനെയാണ് അവർ മാനസികമായിട്ടൊരു വിഷമമുണ്ട്. പക്ഷെ നമ്മളെല്ലാ വീടുകളും പോയപ്പോൾ അവർ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു മാറ്റം ഈ LDF UDF എന്നുള്ള ഒരു മാറ്റം ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ വ്യക്തി എന്ന നിലയിൽ എനിക്ക് നല്ല ഒരു 100% സപ്പോർട്ടുണ്ട്. 100% പറഞ്ഞാൽ 100%. അത് എന്തായാലും ഈ പ്രാവശ്യം ഇവർ വിചാരിക്കുന്നതിന്റെ അപ്പുറം BJP എന്ന ഒരു പ്രസ്ഥാനം ചിലപ്പോൾ അക്കൗണ്ട് ഓർക്കുന്നത് ചൂരന്മലന്നായിരിക്കും, വിജയൻ മഠത്തിലായിരിക്കും. കാരണം ഞാൻ 90% നേരിട്ട ആളെ കണ്ടതാണ്. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇവരൊന്നും ആഗ്രഹിക്കാത്ത പ്രതീക്ഷയായിരിക്കും. കാരണം അത്രയും മുന്നേറ്റം വ്യക്തി എന്ന ഒരു ഇതിലും ഞാൻ അത് നേടിയെടുത്തിട്ടുണ്ട്. കാരണം ഇനി വോട്ടായിട്ട് എങ്ങനെയാണ് വരുന്നത് ജനങ്ങളെ മനസ്സ് മുറിവേറ്റിട്ടുണ്ട്. കാരണം അവർക്ക് ഇത് ഒരു വലിയ മുറിവാണ്, മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ്. നമുക്ക് ആശയപരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിലും ചുരൽമലയും മുണ്ടക്കയും നമുക്കെന്നും ഒരു ഓർമ്മയാണ്. അല്ലെങ്കിൽ ഒരുപാട് തെരഞ്ഞെടുപ്പുകളെ നമ്മൾ മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുക. അപ്പോൾ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഓർമ്മകളിലെടുക്കുക? അത് ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രയാസമുണ്ട്. ഇപ്പൊ വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ ബൂത്തിലിരിക്കേണ്ട ആളുകൾ, പിന്നെ എന്റെ എളാപ്പ സലീം, അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ, ഇവരൊക്കെ ഞങ്ങള് പിന്നെ ബൂത്ത് ഏജന്റുമാരാണ്. പിന്നെ അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സുദേവൻ, അങ്ങനത്തെ ആളുകളൊന്നും, സിറാജ്, ഇവരാരും ഒന്നുമില്ല. അപ്പൊ ആ ഒരു പ്രയാസം പിന്നെ നാട്ടുകാരെന്ന നിലക്കും അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ഇവിടുത്തെ ഒരു ഇലക്ഷൻ എന്നുള്ളത് ആ ഗ്രാമത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സർക്കിളിൽ നിന്നിട്ടുള്ള ഒരു ഉത്സവമാണ്. അത് കൃത്യമായി കൊണ്ട് തന്നെ എല്ലാവരും ആഘോഷിക്കലുണ്ട്. പിന്നെ ഭക്ഷണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബൂത്ത് കെട്ടുകളാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ ഒരു 5 മണി വരെയുള്ള സമയം എല്ലാവരും എൻജോയ്. അതോടുകൂടി രാഷ്ട്രീയം കഴിഞ്ഞു. പിന്നെ പഴയ സിസ്റ്റത്തിലേക്ക് തന്നെ പോകും നമ്മള്. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം 5 മണി അല്ലെങ്കിൽ നമ്മളെ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി രാഷ്ട്രീയം കഴിഞ്ഞ് പിന്നെ സാധാരണഗതിയിലേക്ക് പോകും. ഇപ്പൊ കഴിഞ്ഞ തവണയൊക്കെ വോട്ട് ചെയ്ത മുണ്ടക്കൈ സ്കൂളും ചുരമല സ്കൂളൊന്നും ഇന്നില്ല. അതൊക്കെ ഒരു വേദനയായിട്ടാണ് എപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഒരിക്കലും എന്നെ പോലുള്ള ഒരാൾക്ക് മറക്കാൻ പറ്റില്ല ജീവിതം. കാരണം നമുക്ക് ആയുസ് വരെ കുറഞ്ഞ പോലെയാണ്. കാരണം അത്രയും ടെൻഷൻ അനുഭവിച്ച് ഓരോ ദിവസം നമ്മൾ കിടന്നു. മാനസികമായിട്ട് വേദന അത് ആരോടും പറഞ്ഞാൽ നമുക്കിപ്പോൾ ആ വേദന സഹിക്കാൻ പറ്റില്ല. ആ വേദനയാണ്. ആ ഭാഗം ഇപ്പോൾ കുറച്ച് ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് കണ്ണുകൂടെ വെള്ളം വരും. കാരണം അത്രയും സങ്കടപ്പെട്ടിട്ടാണ്. പിന്നെ നമ്മളെ ജനങ്ങളെ ഇപ്പൊ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം മാനസികമായിട്ടുള്ള വിഷയങ്ങൾ, മാനസികമായിട്ട് കുറേ വിഷമം അനുഭവിക്കുന്നു. അവരെ മനസ്സ് ഞാൻ ശരിക്കും പഠിച്ച് അവര് വിജയന്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഞാൻ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ ഞങ്ങള് നിങ്ങൾക്ക് തീരുമാനിച്ച് എന്ന് പറഞ്ഞ ഒരുപാട് കുടുംബങ്ങൾ. നല്ല പ്രതീക്ഷയാണ്. ആ വിഷമം ഒരു ഭാഗത്ത് ഉണ്ട്
എന്നാലും ഇലക്ഷനെ നേരിടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഇവിടുത്തെ പിന്നെ ദുരന്ത ബാധിതരും ഇവിടെ ജീവിക്കുന്നവർ വോട്ടർമാരും എല്ലാവർക്കും അറിയാം വിജയൻ എന്താണെന്ന്. 50 വർഷമായിട്ട് വിജയൻ എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് വോട്ടിലൂടെ അവരെനിക്ക് ഈ നാടിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന് ആണ് വിചാരിക്കുന്നത്. സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. വലിയ വേദന ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പാണ്, അതിനെ നേരിടാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു മാറ്റവും അതുപോലെ തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം വാർഡ് നിലനിർത്തണം, BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അക്കൗണ്ട് തുടങ്ങണം, LDF-നെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ട ഒരു ഭരണം തിരിച്ചു പിടിക്കണം. അപ്പോൾ എല്ലാവരും ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ചൂരൽമലയിലുള്ളത്.